إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം എല്ലാ ഇടങ്ങളിലും കൃത്യമായി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം വ്യത്യസ്ത ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിൽ കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. ഒരു ദരിദ്രന്റെ കഥയുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തന്റെ ദേശത്തെ രാജാവിനെ പോയിട്ട് തന്റെ സങ്കടം വിവരിക്കുകയാണ്. രാജാവിന്റെ മുമ്പാകെ പോയി അദ്ദേഹം തന്റെ സങ്കടം വിവരിക്കുന്നു. ഇപ്പൊ രാജാവ് അതിന് മറുപടിയായിട്ട് അത് ഏറ്റെടുക്കുകയാണ്. തനിക്ക് വീട് നൽകാമെന്ന് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് രാജാവ് ഒരു കാര്യം ആ ദരിദ്രനോട് പറയുന്നുണ്ട്. നമ്മുടെ ഈ ദേശത്തെ എത്രയും സ്ഥലം നിനക്ക് ഒരു ദിവസം കൊണ്ട് നടന്നു തീർക്കാൻ സാധിക്കുന്നുവോ അത്രയും സ്ഥലം നിനക്ക് ഞാൻ നൽകുന്നതാണ്. ദരിദ്രന് ഭയങ്കര സന്തോഷമായി ഇത് കേട്ടപ്പോ. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം
രാജാവ് പറഞ്ഞതനുസരിച്ച് നടക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ വഴിനീളെ അദ്ദേഹം സഞ്ചരിച്ച് തന്റെ നടത്തം പിന്നെ ഓട്ടമാക്കി മാറ്റുന്നു. അങ്ങനെ കുറെ ഓടി ഇങ്ങനെ ഈ ഓട്ടത്തിനിടയിൽ അദ്ദേഹം തന്റെ ചുറ്റുപാട് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ ഇനി എന്റെ കൈവശമാകാൻ പോവുകയല്ലേ, ഇത്ര സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഈ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് തന്റെ രാജാവിന്റെ വാഗ്ദാനം ഒന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം. വൈകുന്നേരം എന്ത് ചെയ്യണം? തന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തണം. രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം കൊട്ടാരത്തിൽ തിരിച്ചെത്തണം. ഇതിനിടയിൽ എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നുവോ അതാണ് അദ്ദേഹത്തിന് ലഭിക്കുക. അങ്ങനെ ഇരുട്ടാകുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ തിരിച്ചെത്തേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം തന്റെ ഓട്ടം പകുതി വെച്ച് നിർത്തി അദ്ദേഹം തിരിച്ച് ഇതേപോലെ നടക്കുകയാണ്. അങ്ങനെ ആ നടത്തം പിന്നെ ഓട്ടമാക്കി മാറ്റി വളരെ ഓടി കിതച്ച് കൊട്ടാരത്തിൽ വൈകുന്നേരത്തിന് മുമ്പ്, സന്ധ്യക്ക് മുമ്പ് തിരിച്ചെത്തണം. അങ്ങനെ കിതച്ച് ഓടുകയാണ്. അങ്ങനെ ഈ ഓട്ടത്തിനിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. ഇത് നമ്മളെ ചിന്തിക്കുന്ന വളരെ വലിയ കഥയാണിത്. ഇത്രയും ഓടി തന്റെ സ്വന്തമാക്കാമെന്ന് കരുതിയ ആ മനുഷ്യന് അവസാനം ലഭിച്ചത് 6 അടി മണ്ണാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കുറെ സംഭവ വികാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിനിടയിൽ, ജീവിത ഓട്ടത്തിനിടയിൽ ഒന്നിനു പിറകെ ഒന്നായി നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി നമ്മൾ കൈക്കലാക്കുന്നതിന് വേണ്ടി പല ശൈലികളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അനുകരിക്കാറുണ്ട്. ഓരോന്ന് വെട്ടിപ്പിടിക്കാനും കരസ്ഥമാക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ആധുനിക ലോകത്തിന്റെ ഒരു ശൈലി തന്നെ ഇതാണ്. കുറെ നേടിയെടുക്കണം, കുറെ വെട്ടിപ്പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തിലൊക്കെയാണ് പുതിയൊരു സമൂഹം മുന്നോട്ട് പോകുന്നത്. വലിയ സമ്പന്നനാകണം എന്നൊക്കെ ഇതൊരു പുതിയ കാലത്തിന്റെ ഒരു ശൈലിയായിട്ട് മാറിയ ഒരു രീതിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു മുമ്പ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമില്ലാതിരുന്ന പല ശീലങ്ങളും നമ്മൾ തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു കോവിഡ് ഘട്ടം എന്നുള്ളത്. സാമൂഹിക അകലം പാലിക്കുക, അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ നിരന്തരം ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങി പല പുതിയ ക്രമീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു സമയമായിരുന്നു കോവിഡ് സമയം എന്നുള്ളത്. ഈ ക്രമീകരണങ്ങൾ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പല ക്രമീകരണങ്ങളും കൊണ്ടുവരാൻ സാധിക്കണമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആഡംബരങ്ങളോടും ആർത്തിയോടുമൊക്കെ സാമൂഹിക അകലം പാലിക്കാനും ധൂർത്തിനോട് മുഖം തിരിഞ്ഞ് നടക്കാനുമൊക്കെ നമുക്ക് സാധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പല ക്രമീകരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നമുക്ക് അതിനെ ആവശ്യങ്ങളെന്നും അനാവശ്യങ്ങളെന്നും അത്യാവശ്യങ്ങളെന്നും ധൂർത്തെന്നും ആഡംബരമെന്നും പൊങ്ങച്ചമെന്നുമൊക്കെ ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളായി തിരിക്കാൻ നമുക്ക് കഴിയണം. ഓരോന്നിന്റെയും യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ സാധിക്കലാണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ളത്. ഒരു ഫക്കീർ ഉണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കേട്ടൊരു കഥയായിരിക്കും ഇത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, അല്ലെങ്കിൽ കാണുന്ന ആളുകളോടൊക്കെ തന്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ തന്റെ പ്രയാസങ്ങൾ എന്നും പറയിൽ പതിവാക്കിയ ഒരു ഫക്കീറാണ് ഇദ്ദേഹം. കാണുന്ന ആളുകളിലൊക്കെ തന്റെ സങ്കടത്തിന്റെ കെട്ടുപാണ്ഡം അടിച്ചിങ്ങനെ പറഞ്ഞു പോകും. അത് നാട്ടുകാർക്കൊക്കെ അറിയാം ഇദ്ദേഹത്തിന്റെ പ്രകൃതം ഇതാണെന്നും, ആരെ കണ്ടാലും തന്റെ സങ്കടവും പ്രയാസവും മാത്രമാണ് അദ്ദേഹം പറയുക എന്നും നാട്ടുകാർക്കറിയാം. അങ്ങനെ ഒരു ദിവസം വളരെ സന്തോഷവാനായിട്ട്
പ്രസന്റ് മുഖനായിട്ട് ഇദ്ദേഹം നടന്നു വരുന്നത് നാട്ടുകാർ കാണുകയാണ്. അപ്പോ തീരെ കാണാത്തൊരു സംഭവം കണ്ടപ്പോ നാട്ടുകാർ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി താങ്കൾക്ക്? അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്തെന്ന് വെച്ചാൽ, എന്റെ ഇത്രയും കഴിഞ്ഞ കാലം അത്രയും ഞാൻ മോഹങ്ങൾക്ക് പിന്നാലെയാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു എന്റെ ജീവിതം എനിക്ക് ചുരുക്കി ലളിതമാക്കി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന്. എനിക്ക് എന്റെ തല ഒന്ന് ചായ്ക്കാൻ അല്പം സ്ഥലം മാത്രം മതി. എന്റെ ഒരു ചാൺ വയറ് നിറക്കാൻ അല്ലെങ്കിൽ അരച്ചാൺ വയറ് നിറക്കാൻ അല്പം അന്നം മാത്രം എനിക്ക് മതി. ഇത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു ഘട്ടം മുതൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ എന്റെ അതിമോഹങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുന്ന കാലം അത് എന്നെ ഇല്ലാതാക്കിയ ഒരു കാലമായിരുന്നു എന്ന് അദ്ദേഹം തന്റെ നാട്ടുകാരോട് പറയുന്നുണ്ട്. ഇങ്ങനെ പല തിരിച്ചറിവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളുമുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലും ഇടപെടും. നമ്മളൊരു ഷോപ്പിങ്ങിന് പോയാൽ നമ്മൾ കാണും പല ഓഫറുകളും നമ്മൾ കാണും. പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക സമൂഹത്തിന്റെ ഒരു ശൈലി തന്നെ അതെയാണ്. ഏത് കടകളിൽ പോയാലും നമുക്ക് ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ അല്ലെങ്കിൽ എന്താ പറയാ മറ്റു പല ഡിസ്കൗണ്ടുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മെ കൂടുതൽ ഇല്ലാതാക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. അഥവാ ഈ ഗെറ്റ് വൺ ഫ്രീ ചിലപ്പോൾ നമുക്കത് ആവശ്യമുള്ളതായിരിക്കാം. പക്ഷേ അധിക ആളുകളും അനാവശ്യമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കാറ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ചു വെക്കും. ഇത് നമുക്ക് ഒരിക്കലും ആവശ്യമുള്ളതായിരിക്കില്ല. ഇങ്ങനെ കുറെ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടകങ്ങളും നമ്മുടെ അലമാറകളും ഒക്കെ നിറച്ചു വെച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ സ്വന്തം തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞു വന്നാൽ നമ്മൾ അനാവശ്യമായിട്ട് അനേകം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ ചിലവഴിക്കലുകൾ, അത് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഒരു പരിധിക്കപ്പുറം നമ്മൾ ചിലവഴിക്കരുത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള ധനമാ അത് ഒരിക്കലും നമ്മുടേതല്ല. അത് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം എന്നുള്ളത് പടച്ചറപ്പ് നമ്മെ ഇങ്ങോട്ട് ഒരു പരീക്ഷണ വസ്തുവായിട്ട് പറഞ്ഞയച്ചതാണ്. അത് ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് ഓരോ കാര്യത്തിലും ഇടപെടും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇടം വലമായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഒരു കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലെസ് ഈസ് മോർ എന്നുള്ളത്. അഥവാ അല്പം തന്നെയാണ് ഏറ്റവും അധികം എന്നുള്ളത്. ഒരു മിതത്വത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കണം. നമ്മുടെ വീടകങ്ങളിലെ വസ്തുക്കളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികമാണ് നമ്മുടെ ഓരോ വീടകങ്ങളിലുമുള്ള സാധന സാമഗ്രികൾ. അതൊന്ന് ക്രമീകരിക്കാൻ നിന്നാൽ തന്നെ നമുക്ക് സമയം ചിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതൊന്ന് കൃത്യപ്പെടുത്തി വെക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ചിലപ്പോ നമുക്ക് നമ്മുടെ സമയം ക്രമീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള മനസ്സ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. ഉള്ളതിൽ തൃപ്തി കൊട്ടുകൊണ്ടുള്ള ജീവിതം. നമുക്ക് നമ്മുടെ ലോകത്തെ വലിയ സമ്പന്നരുടെ പട്ടിക ചിലപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരൊക്കെ അവരുടെ ജീവിതമൊക്കെ വളരെ ലളിതമായിട്ട് കൊണ്ടുപോകുന്ന പല സമ്പന്നരുമുണ്ട്. പല ആളുകളും അവരുടെ ജീവിതം വളരെ ലളിതമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. പക്ഷേ പുറമോടിയിൽ അവരെന്താണ് ഭയങ്കര വലിയ സമ്പന്നനായിട്ട് നടിക്കുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ചെറിയൊരു കഥയാണ്. ഒരു ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകൾ ഒരിക്കലും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഹോട്ടലിലെ വെയിറ്റർക്ക് $2000 ടിപ്പ് കൊടുക്കുകയാണ്. ടിപ്പ് കൊടുത്ത് അവർ പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം ഇതേ ഹോട്ടലിൽ ഈ സമ്പന്നൻ തലേ ദിവസം വന്ന് കഴിച്ച സമ്പന്നന്റെ മകൾ എന്ന് പറഞ്ഞല്ലോ, ആ സമ്പന്നൻ ഭക്ഷണം കഴിക്കാൻ വരികയാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം വെയിറ്റർക്ക് ടിപ്പ് കൊടുക്കുന്നത് വെറും $5. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആ വെയിറ്റർ ഈ സമ്പന്നനോട് ചോദിക്കുന്നുണ്ട്,
നിങ്ങളുടെ മകൾ ഇന്നലെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു, അവള് $2000 എനിക്ക് ടിപ്പ് നൽകിയത്, താങ്കൾ എന്തുകൊണ്ട് ഇത്രയും ചെറിയ തുക ടിപ്പ് നൽകിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അവൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ്. അവൾക്ക് എന്തുമാകാം. പക്ഷെ ഞാൻ ഒരു ഗ്രാമീണന്റെ മകനാണ്. എനിക്ക് ഇതേ നൽകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. രണ്ട് മാനസികാവസ്ഥകളാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ലാളിത്യം എന്നുള്ളത് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്, ലാളിത്യം എന്നുള്ളത് ദാരിദ്ര്യത്തിന്റെയും അല്ലെങ്കിൽ പിശുക്കിന്റെയും ഒക്കെ വ്യാഖ്യാനമായിട്ടാണ് നമ്മൾ ലാളിത്യത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും ലാളിത്യം എന്നുള്ളത് പിശുക്കോ അല്ലെങ്കിൽ അത് ഒരു ദാരിദ്ര്യത്തിന്റെയോ തെളിവല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മിതത്വത്തിന്റെ ഒരു പ്രക്രിയയാണ് ലാളിത്യം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലാളിത്യം അത് ഒരു മഹത്തരമായ ശൈലിയാണ്. ലോകത്തെമ്പാടുമുള്ള നമ്മുടെ മുൻഗാമികളായ ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സ്വഹാബത്തായാലും, അവരൊക്കെ ജീവിച്ച് കാണിച്ചെന്ന ലാളിത്യത്തിന്റെ മാതൃക. വലിയ കച്ചവടക്കാരായിരുന്നു, വലിയ ബിസിനസ്സുകാരായിരുന്നു അവരൊക്കെ. പക്ഷെ അവരുടെ ജീവിതം വളരെ ക്രമീകരിച്ചുകൊണ്ട്, വളരെ ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ജീവിതം നയിച്ചിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ലോൺ എടുക്കാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ കടം വാങ്ങാത്ത ഒരു അവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാത്ത ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഏറ്റവും സുഖം നിറഞ്ഞ ജീവിതമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോൺ എടുത്ത് കടമെടുത്ത് നമ്മള് പണിയുന്ന വീട്ടിലെ ഉറക്കവും, അത് വലിയ വീടൊക്കെ നമുക്ക് ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ഹലാലായ സമ്പാദ്യം കൊണ്ട് നമ്മൾ നിർമ്മിച്ച ചെറിയ വീട്, ആ വീട്ടിലെ ഉറക്കം അത് വലിയ മാളികകൾക്കപ്പുറം, ആ മാളികളിൽ ഉറങ്ങുന്നതിനേക്കാൾ അപ്പുറം സുഖമായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കൈവശം കൊണ്ട് നേടിയ അധ്വാനത്തിൽ നിന്ന് നമ്മൾ നിർമ്മിച്ച ചെറിയ വീട്ടിലെ ഉറക്കം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ ഇസ്ലാമിക ചരിത്രം എന്നുള്ളത് അത് നമുക്ക് വലിയ മാതൃകകളാണ്. റസൂലിന്റെ വീട് എങ്ങനെയായിരുന്നു? റസൂലിന്റെ വീട് എന്നുള്ളത് വെറും 10 മുഴം വിസ്തീർണമുള്ള ഒരു ചെറിയ കുടിലായിരുന്നു റസൂലിന്റെ വീട് എന്നുള്ളത്. അദ്ദേഹം ഈത്തപ്പന കൊണ്ട് നിർമ്മിച്ച ഒരു കട്ടിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത്. അതുപോലെ മൃഗങ്ങളുടെ തോൽപാത്രത്തിലാണ് അവർ വെള്ളം ശേഖരിച്ചിരുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ്. ഇതൊക്കെ പഴയ ചരിത്രമാണെങ്കിലും ഇതിനെ നമുക്ക് പുതിയ കാലവുമായിട്ട് ചേർത്ത് വായിക്കാൻ സാധിക്കണം. ലാളിത്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് ജീവിതത്തിന്റെ ഭാഗവാക്കിയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ഒക്കെ മാതൃക അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ കൂടുതൽ പഠിക്കണം, പഠന വിധേയമാക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ബുദ്ധന്റെയും ശിഷ്യന്റെയും ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ബുദ്ധന്റെ ശിഷ്യൻ ഒരിക്കൽ പുതിയൊരു വസ്ത്രവും ഇട്ടിട്ട് തന്റെ യജമാനന്റെ മുമ്പിൽ, തന്റെ ഗുരുവിന്റെ മുമ്പിൽ, ബുദ്ധന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ബുദ്ധൻ പറയുന്നുണ്ട്, അതിമനോഹരമായ വസ്ത്രമാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ പഴയ വസ്ത്രം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ശിഷ്യൻ പറയുന്നത്, അത് പഴകിയിരിക്കുന്നു, അതിന്റെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറ്റിയതെന്ന് പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നുണ്ട്, നിന്റെ പഴയ വസ്ത്രം എവിടെ? അതാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞു, അത് ഞാൻ എന്റെ കിടപ്പറയിലെ വിരിപ്പായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിനായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബുദ്ധൻ ചോദിക്കുന്നുണ്ട്, നിന്റെ കിടപ്പറയിൽ മുന്നേ ഉണ്ടായിരുന്ന ആ വിരിപ്പ് എവിടെ എന്ന് ചോദിച്ചു. അത് വളരെ പഴകിയിരിക്കുന്നു, അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഉപയോഗിച്ചിരുന്ന വിരിപ്പ് എവിടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ എന്റെ വീട്ടിലെ ചവിട്ടിയായിട്ട്, നിലം തുടക്കാനുള്ള തുണിയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. വീണ്ടും ചോദിച്ചു, നിന്റെ മുമ്പുണ്ടായിരുന്ന നിലം തുടക്കുന്ന തുണി എവിടെയെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം വളരെ ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പിന്നെ അത് വളരെ പഴകിയിരിക്കുന്നു. അപ്പൊ വീണ്ടും ചോദിച്ചു, അത് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കൂട്ടിപ്പിടിയില്ലേ, അതായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ വീണ്ടും ചോദിച്ചു, നീ മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ തുണി എവിടെയെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അത് ഞാൻ എന്റെ
വിളക്കിന്റെ തിരിയായിട്ട് മുറിച്ച് ഉപയോഗിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വലിയ പാഠം നൽകുന്ന ചെറിയൊരു കഥയാണ്. ഓരോന്നിനെയും കൃത്യപ്പെടുത്തി ഉപയോഗിക്കപ്പെടാനുള്ള ഒരു മനസ്സ്, ആ മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഓരോന്നിന്റെയും ഉപയോഗം അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചാൽ തന്നെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തറു. അവൻ ചിലവഴിക്കുമ്പോൾ അവൻ എന്താണ്? ധൂർത്ത് കാണിക്കുകയില്ല, പിശുക്ക് കാണിക്കുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? വകാന ബൈന ദാലിക ഖവാമ. അവൻ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് രണ്ടിനിടയിലുമുള്ള മധ്യമായ നിലപാടാണ് അവൻ സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് തുടരെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലാളിത്യത്തിന്റെ ഒരു മാതൃക നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഒരു നെടുംതൂണായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിപ്ലവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. താഴെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ, പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം അത് വെറും നിമിഷങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. എന്നാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പടച്ചറബിന്റെ കൈവശമാണ്. ഒറ്റ ഒരു കഥ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പടത്ത് നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപ്പയിൽ ഈ അടുത്തൊരു വിവാഹം നടന്നിരുന്നു, ഒരു നിക്കാഹ് നടന്നിരുന്നു. മാൽപ്പയിലെ പൗരപ്രമുഖനും വലിയൊരു വ്യവസായിയുമായിരുന്ന യാസീൻ മാൽപ്പയുടെ മകളുടെ വിവാഹമായിരുന്നു അത്. യാസീൻ മാൽപ്പ വലിയൊരു പൗരപ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു മകളുടെ വിവാഹം വളരെ ലാളിത്യത്തോടു കൂടി നടത്തുന്നുണ്ട്. അഥവാ അദ്ദേഹം നിക്കാഹ് നടത്തുന്നത് അവിടെ മാൽപ്പയിലുള്ള ഒരു മസ്ജിദ് അബൂബക്കർ എന്ന പള്ളിയിൽ വെച്ചിട്ട് കൊണ്ടാണ്. ഈ നിക്കാഹ് നടത്തിയതിനു ശേഷം അവിടെ കൂടി എല്ലാവരോടും കൂടിയായിട്ട് ഈ യാസീൻ മാൽപ്പെ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാന് എന്റെ മൂത്ത മകളുടെ വിവാഹം അതിമനോഹരമായിട്ട് വളരെ കൊട്ടിയാഘോഷിച്ച കല്യാണമായിരുന്നു. നിങ്ങളൊക്കെ അതിൽ കൂടിയ ആളുകളാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഈ ചെറിയ സെൽമ എന്ന മകളുടെ വിവാഹം ഇത്രയും ലളിതമായിട്ട് നടത്തുന്നതെന്ന്. അദ്ദേഹം ചേർത്ത് പറയുന്നത്, നമ്മുടെ സമൂഹത്തിലെ ഒരു നിലപാടുണ്ട്. ഈ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന പല മൂല്യങ്ങളുമുണ്ട്. ഇതിനെ ഒന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആർഭാടത്തെയും നമ്മുടെ ദൂർത്തിനെയും പറ്റി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിനൊരു മാതൃക നിങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നെ തുടക്കമിടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംസാരം തുടരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ നിക്കാഹിന് വേണ്ടി മാറ്റിവെച്ച തുക 10 ഘടകങ്ങളായിട്ട് ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഈ നിക്കാഹിന് വേണ്ടി മാറ്റിവെച്ച പൈസയുടെ ആദ്യത്തെ 10ൽ 1 ഞാൻ എന്റെ നാട്ടിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സ്കൂളിന് ഞാൻ കൊടുക്കുമെന്നുള്ളതാണ്. വളരെ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരു സ്കൂളിന് ഞാൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. അവിടുത്തെ സംവിധാനങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇതിന്റെ ഈ 10ലെ മറ്റൊരു ഭാഗം എന്റെ ചുറ്റുപാടും താമസിക്കുന്ന 10 ഫാമിലിക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളതാണ്. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിത്യജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ 10ൽ 1 വശം കൊടുക്കുമെന്നുള്ളതാണ്. മറ്റൊരു വശം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അത്യാഹികമായിട്ട് എമർജൻസിയായിട്ട് ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഞാൻ 1 വശം കൊടുക്കുമെന്നുള്ളതാണ്. മറ്റൊരു വശം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ലോകത്ത് നിരപരാധികളായിക്കൊണ്ട് ജയിലറകളിൽ കഴിയുന്ന ഒട്ടനേകം കൂട്ടരുണ്ട്, ഒട്ടനേകം സഹോദരന്മാരുണ്ട്. അവരുടെ ലീഗൽ ഫൈറ്റിന് വേണ്ടി ഞാൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. ബാക്കിയുള്ള 6 വശം നമ്മുടെ ഈ ആധുനിക ഘട്ടത്തിൽ വ്യത്യസ്തരായിട്ടുള്ള സ്വതന്ത്രരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഞാൻ സമർപ്പിക്കുമെന്നുള്ളതാണ്. അത് ഞാൻ ഈ അവസാനത്തെ 6 വശം ഞാൻ മാറ്റിവെച്ചത് അവരാണ് ഇന്നിന്റെ നേതാക്കന്മാരെന്നുള്ളതാണ്. അവരാണ് ഇന്നത്തെ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ളതാണ്. അവരെയാണ് ഞാൻ ചേർത്ത് പിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ യാസീൻ മാൽപ്പെ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തന്റെ ആർഭാടത്തെയും തന്റെ ദൂത്തിനെയും ഒക്കെ ഒരു സമയം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വലിയ സന്ദേശമാണ്.
ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും ലാളിത്യത്തിന് ഒരു മാതൃക കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.